Videoline News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. രക്തസമ്മർദ്ദത്തിന്റെ മരുന്ന് എപ്പോൾ കഴിക്കാം? പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാല. റിപ്പോർട്ട് 47,000 രോഗികളെ വെച്ച് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ. രക്തസമ്മർദ്ദത്തിന്റെ മരുന്ന് എപ്പോൾ എങ്ങനെ കഴിക്കാം എന്ന സംശയമുള്ളവരാണ് നമ്മളിൽ പലരും. മരുന്നിന്റെ സമയം ആരോഗ്യ ഫലങ്ങളെ ബാധിക്കില്ലെന്ന കണ്ടെത്തലുമായി ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാല. യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജി കോൺഗ്രസ് 2024 അവതരിപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് 47,000 രോഗികളെ വെച്ച് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. രോഗികൾ അവരുടെ മുൻഗണനകൾക്കനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ സമയത്ത് BP കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കാമെന്ന് ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിലെ പ്രൊഫസർ റിക്കി ടർജൻ പറയുന്നു. UK-യിലെ മുതിർന്നവരിൽ 3-ൽ ഒരാൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. പുകവലി, ഭക്ഷണക്രമം തുടങ്ങിയ ജീവിതശൈലിയിൽ ഉള്ള മാറ്റങ്ങളാണ് ഇതിന് കാരണം. ഉയർന്ന രക്തസമ്മർദ്ദം സാധാരണയായി രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. എന്നാൽ ഇതുമൂലമുണ്ടാകുന്ന ഹൃദ്രോഗം, സ്ട്രോക്ക്, വൃക്ക പ്രശ്നങ്ങൾ തടയുവാൻ മരുന്ന് കഴിക്കണം. രക്തസമ്മർദ്ദത്തിന്റെ മരുന്നുകൾ വൈകുന്നേരം കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നു. രാത്രിയിലെ രക്തസമ്മർദ്ദം പകൽ സമയത്തേക്കാൾ കൂടുതലായിരിക്കുമെന്നും ഇതിന് കാരണമായി ഇവർ പറയുന്നു. ഇന്ത്യക്കാരനായ വൃദ്ധന്റെ കൊലയ്ക്ക് പിന്നാലെ ബ്രിസ്റ്റോളിൽ കറുത്ത NHS ജീവനക്കാരനെ കാറിടിച്ചു വീഴ്ത്തിയ സംഭവം. ബ്രിട്ടനിൽ വംശീയ അക്രമങ്ങൾ ആശങ്ക സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 80 വയസ്സുള്ള ഇന്ത്യൻ വംശജന് വംശീയവര്യന്മാരായ കുട്ടികളുടെ കൈകളിൽ നിന്നും ദാരുണാന്ത്യം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ലെസ്റ്ററിൽ 80-കാരനായ ഇന്ത്യൻ വംശജൻ ഭീംസെൻ കോഹ്ലി വീടിന് തൊട്ടടുത്തുള്ള പാർക്കിൽ നായയുമായി നടക്കാനിറങ്ങിയതിനു പിന്നാലെയാണ് ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടത്. കേസിൽ 14-കാരനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. ഇപ്പോഴിതാ മറ്റൊരു കേസ് കൂടി പുറത്തുവരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ കറുത്ത വർഗ്ഗക്കാരനായ NHS ജീവനക്കാരനെ മനഃപൂർവ്വം കാറിടിച്ചു കയറ്റിയ സംഭവത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പരിക്കേറ്റ് നിലത്ത് വീണ 25-കാരനായ ക്യാപ്റ്റൻ കുവ ജിതേന്ദ്രയെ മാസ്ക് അണിഞ്ഞ അക്രമികൾ വംശീയത നിറഞ്ഞ അസഭ്യം വിളിച്ച് സ്ഥലം വിടുകയായിരുന്നു. വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന NHS ജീവനക്കാരൻ നടപ്പാതയിലൂടെ നടന്നു പോകവെയാണ് അക്രമികൾ ഇവിടേക്ക് കാറിടിച്ചു കയറ്റിയത്. ബ്രിസ്റ്റോളിലെ സൗത്ത് മിഡ് ആശുപത്രിക്ക് സമീപം 25-കാരനായ ജിതേന്ദ്രയെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം 2 പേർ തന്നെ വംശീയ അസഭ്യം വിളിച്ച് സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടതായി ബ്രിസ്റ്റോൾ ക്രൗൺ കോടതിയിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇനി നാട്ടിലെ വാർത്തകൾ. ഓണമായിട്ടും ഒറ്റ ബുക്കിംഗ് ഇല്ല. ഉരുളിൽ തകർന്ന് ടൂറിസം. സഞ്ചാരികളെ കാത്ത് നിരാശയിൽ വയനാട്. വന്നവരെയെല്ലാം ഇരുകയും നീട്ടി സ്വീകരിച്ച ചരിത്രമാണ് വയനാട്ടിലുള്ളത്. അതിഥികളായി എത്തുന്നവർ സംതൃപ്തിയോടെയാണ് മടങ്ങുന്നതും. പക്ഷേ കുറച്ചു കാലമായി വയനാട്ടുകാർ അതിഥികളെ കാത്തിരുന്ന് നിരാശരാവുകയാണ്. വിനോദസഞ്ചാരികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. ഹോട്ടലുകളും ഹോം സ്റ്റേകളും ആളൊഴിഞ്ഞു കിടക്കുന്നു. ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയോടെ ടാക്സി ഡ്രൈവർമാർ വാഹനങ്ങളും പാർക്ക് ചെയ്ത് ഓരോ നിമിഷവും കാത്തിരിക്കുന്നു. പാർക്കുകളും വിനോദ കേന്ദ്രങ്ങളും മഴ പെയ്ത് പായൽ കയറി. എല്ലാം ഉടൻ ശരിയാകുമെന്ന പ്രതീക്ഷയിൽ 6 മാസത്തോളമായി ജില്ലയിലെ ടൂറിസം മേഖല ദുരിതം തള്ളി നീക്കുകയാണ്. തട്ടുകട നടത്തുന്നവർ മുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകാർ വരെ കടുത്ത പ്രതിസന്ധിയിലാണ്. ഉരുൾപൊട്ടലിൽ തകർന്നത് മേപ്പാടി പഞ്ചായത്തിലെ 2 വാർഡുകൾ മാത്രമാണെങ്കിലും വയനാട് ജില്ല മുഴുവനും ദുരന്ത മേഖലയായി എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത്. ജില്ലയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം സാധാരണ പോലെ തന്നെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. വിനോദസഞ്ചാര മേഖലയിലുണ്ടായ തിരിച്ചടിയാണ് ഇപ്പോൾ ജില്ല നേരിടുന്ന പ്രധാന പ്രതിസന്ധി. നടൻ നിവിൻ പോളിക്കെതിരെ യുവതി നൽകിയ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉള്ളതിനാൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. ദുബായിലെ ഹോട്ടലിൽ വെച്ച് 2023 നവംബർ ഡിസംബർ മാസങ്ങളിൽ പീഡിപ്പിച്ചെന്നായിരുന്നു ആദ്യ പരാതി. ഈ മാസങ്ങളിൽ യുവതി കേരളത്തിലായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതിൽ വ്യക്തത വരുത്തുവാൻ യാത്രാരേഖകൾ പരിശോധിക്കും. ഹോട്ടൽ അധികൃതരിൽ നിന്നും വിവരം ശേഖരിക്കും. 2021 ശേഷം നിവിൻ ഈ ഹോട്ടലിൽ താമസിച്ചിട്ടില്ലെന്നും പോലീസ് സ്ഥിരീകരിച്ചതായാണ് വിവരം. യുവതിയുടെ ആദ്യ പരാതി ലഭിച്ചപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയതാണ്. നിവിൻ പോളിയടക്കം 6 പേർക്കെതിരെയാണ് ഊന്നുകൽ പോലീസ് കേസെടുത്തത്. നിവിൻ 6ാം പ്രതിയാണ്. കോട്ടയം സ്വദേശിയായ ശ്രേയ, സിനിമാ നിർമ്മാതാവ് തൃശൂർ സ്വദേശി AK സുനിൽ, എറണാകുളം സ്വദേശികളായ ബിനു, ബഷീർ, കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ. മലയാളി ബാങ്ക് ഉദ്യോഗസ്ഥൻ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു. ജോലിസ്ഥലത്തെ സമ്മർദ്ദമെന്ന് ബന്ധുക്കൾ. മലയാളി ബാങ്ക് ഉദ്യോഗസ്ഥൻ കടലിൽ ചാടി മരിച്ചത് ജോലിസ്ഥലത്തെ സമ്മർദ്ദം മൂലമാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. സ്വകാര്യ ബാങ്ക് അസോസിയേറ്റ് വൈസ് പ്രസിഡന്റായിരുന്ന പൂനെ സ്വദേശി അലക്സ് സർജി ആണ് ജീവനൊടുക്കിയത്. തിങ്കളാഴ്ച ബാങ്ക് മീറ്റിംഗിൽ പങ്കെടുത്ത് പുറത്തിറങ്ങിയ ശേഷം അലക്സ് കടൽ പാലത്തിൽ നിന്നും ചാടുകയായിരുന്നു. മേലുദ്യോഗസ്ഥരിൽ നിന്നും സമ്മർദ്ദമുണ്ടായെന്നും ഓഫീസിൽ നിന്നും കൃത്യമായ വിശദീകരണം ലഭിച്ചിട്ടില്ലെന്നും പറഞ്ഞ് ഭാര്യ ബെൻസി ബാബു പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ്. ശിവജി പ്രതിമ തകർന്ന സംഭവം ശില്പി ജയദീപ് ആപ്തയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു.
ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രതിമ തകർന്ന സംഭവത്തിൽ ശില്പി ജയദീപ് ആപ്തെ പോലീസ് കസ്റ്റഡിയിൽ. ബുധനാഴ്ച സിന്ധുദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്ത ജയദീപ് ആപ്തയെ കോടതി സെപ്റ്റംബർ 10 വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിമയുടെ ശില്പിക്കെതിരെ അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞിരുന്നു. ഛത്രപതി ശിവജി നമ്മുടെ ദൈവമാണ്. സംഭവിച്ചത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇക്കാര്യം രാഷ്ട്രീയവൽക്കരിക്കുന്നതും നിർഭാഗ്യകരം. ശില്പി ജയദീപ് ആപ്തയ്ക്കെതിരെ അന്വേഷണം നടത്തും, ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കി. പ്രതിമയുടെ സ്ട്രക്ചറൽ കൺസൾട്ടന്റ് ചേതൻ പാട്ടീലിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. സിന്ധുദുർഗ് ജില്ലയിലെ 35 അടി ഉയരമുള്ള ഛത്രപതി ശിവജിയുടെ പ്രതിമ ഓഗസ്റ്റ് 26-നാണ് തകർന്നു വീണത്. ഇനി കായിക വാർത്തകൾ. ചരിത്രം പിറന്നു. കരിയറിൽ 900 ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇത് റെക്കോർഡ്. കരിയറിൽ 900 ഗോളുകൾ തികച്ച് പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. യുവേഫ നേഷൻസ് ലീഗ് പോരാട്ടത്തിൽ ക്രൊയേഷ്യക്കെതിരെയായിരുന്നു റൊണാൾഡോയുടെ ചരിത്ര ഗോൾ. മത്സരം പോർച്ചുഗൽ 2-1 വിജയിച്ചു. 34-ാം മിനിറ്റിൽ നൂനോ മെൻഡസിന്റെ ക്രോസ് പിടിച്ചെടുത്ത് ക്ലോസ് റേഞ്ചിൽ നിന്ന് റൊണാൾഡോയുടെ വോളി വലയിലെത്തിക്കുകയായിരുന്നു. രാജ്യാന്തര ഫുട്ബോളിൽ 131 ഗോളുകളാണ് റൊണാൾഡോയ്ക്കുള്ളത്. 450 ഗോളുകൾ സ്പാനിഷ് ക്ലബ് റിയൽ മാഡ്രിഡിലും 145 മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും, 101 ഗോളുകൾ യുവൻസിലും, 68 ഗോളുകൾ അൽ നസറിലും, 5 ആദ്യ ക്ലബ്ബായ സ്പോർട്ടിംഗ് ലിസ്ബണിലും താരം സ്വന്തമാക്കി. 859 കരിയർ ഗോളുകളുമായി അർജന്റീന സൂപ്പർ താരം ലയണൽ മെസ്സിയാണ് പട്ടികയിൽ 2-ാം സ്ഥാനത്തുള്ളത്. 765 ഗോളുകളുമായി ബ്രസീൽ ഇതിഹാസ താരം പെലെയാണ് 3-ാമത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 110.59 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.